നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ട് നാരങ്ങ സ്പ്രെഡ് ചെയ്തിട്ട് നാരങ്ങ സ്പ്രെഡ് ചെയ്തിട്ട് ഉപ്പിട്ട് ഇതെല്ലാം ഒന്ന് ആദ്യം ഒന്ന് ഉപ്പും നാരങ്ങ എല്ലാം ഒന്ന് പിടിപ്പിക്കണം. നല്ലോണം ഉപ്പും നാരങ്ങയും പിടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ അതിനകത്ത് ഇടണം. ഇട്ട് നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെക്കണം. 10-15 മിനിറ്റ് വെച്ചാലും നല്ലതാണ്. വെച്ചിട്ട് ഇതിനുള്ള ഫ്രൈ ചെയ്യാനുള്ള പൊടിക്കൂട്ട് കൂടെ നമുക്ക് ഇതിനകത്ത് അതാദ്യം റെഡിയാക്കാം, ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഇച്ചിരി കടലപ്പൊടി, 2 സ്പൂൺ കടലപ്പൊടി, ഒരു 4 സ്പൂൺ മോളം അരിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി പോപ്പി സീഡ്സ്, ഇച്ചിരി ജീരകം പൊടി, ബാറ്ററിന് ആവശ്യം ഇച്ചിരി കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കിയിട്ട് നല്ല ഇളക്കിയിട്ട് ഈ കട്ട കെട്ടരുത്. ഈ കടലപ്പൊടി കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിപ്പൊടി ഇടുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും. അതിനായി അരിപ്പൊടി ഇടണം. എന്നിട്ട് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒത്തിരി തിക്കായിട്ടും അല്ല എന്നാൽ ഒത്തിരി ഇതായിട്ടുമല്ലാതെ ബാറ്റർ ഉണ്ടാക്കണം. ഒത്തിരി അങ്ങ് കട്ട് ചെയ്തിട്ട് ഇച്ചിരി ലൂസായി, ഒത്തിരി അങ്ങ് ലൂസ് അല്ലാതെ ബാറ്റർ തയ്യാറാണ്. ഇച്ചിരി ഒരു കായ്പ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കായ്പ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി നല്ല ഈ ഒരു പരുവാകുമ്പോൾ എണ്ണ ഒരു പാനിനകത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റോളം ആയി മീൻ ഫ്രൈ ചെയ്യാൻ, ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് ഇതിനകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ട് കോട്ടിങ് നല്ലപോലെ ആവണം. മുക്കിയിട്ട് അധികം എക്സസ് ബാറ്റർ എല്ലാം കളഞ്ഞിട്ട് നല്ല ഇതിനകത്തിട്ട് ഓരോന്ന് ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഈ റോഹോ കട്ട്ല അങ്ങനെയുള്ള ഫിഷ് ചെയ്യുന്നത് നല്ലതാണ്. പക്കോടയൊക്കെ ഉണ്ടെങ്കിലും ഇത് അതിൻ്റെ ബാറ്ററിനകത്ത് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് ഒരു സൈഡൊന്ന് ക്രിസ്പിനെസ് ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ ഓരോന്ന് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിടണം. തിരിച്ചിട്ട് മറ്റേ സൈഡോട് നന്നായിട്ട് ആക്കിയിടും. ഇതിങ്ങനെ എടുത്തൊരു പ്ലേറ്റിനകത്തോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നല്ലതായിട്ട് ഇത് കഴിക്കാം. നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുമല്ലോ. നല്ല ടേസ്റ്റാണ്, ക്രിസ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും.